സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വേദിയിൽ ഏറെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഒരു ടീച്ചിങ് കാലയളവ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു, ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകാൻ സാധിക്കുക എന്നത് വലിയൊരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോട് എൻ്റെ കൂടെ തന്നെ ഈ സ്കൂളിൽ നിന്ന് ഇവിടുത്തെ മികച്ച 2 അധ്യാപകർ കൂടിയാണ് പോകുന്നത്. ബഹുമാനപ്പെട്ട ശ്രീജി ടീച്ചർ, അതുപോലെ ഫിലോമിന ടീച്ചർ. ഇവരുടെ സേവനം അതിവിശിഷ്ടമായ സേവനമായിരുന്നു. അവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അവരുടെ സേവനം ഈ സ്കൂളിന് വളരെ വിലപ്പെട്ടതായിരുന്നു. ഇനിയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഈ സ്കൂളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് 10 വർഷത്തോളം ഞാൻ ജോലി ചെയ്ത് 2 സ്കൂളുകളിലായിട്ട് ജോലി ചെയ്തതാണ്. അതിന് ശേഷമാണ് ഞാനൊരു 4 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ 4 വർഷവും ഞാൻ എനിക്കൊരു സ്കൂളിലൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പം ഒത്തിരി പ്രാർത്ഥിച്ചും ഒത്തിരി വിഷമിച്ചും ഒക്കെ എനിക്ക് കിട്ടിയ ഒരു ജോലിയായിരുന്നു ഇത്. നമ്മുടെ പഠിച്ചിറങ്ങി ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വെച്ച് ഉടനെ തന്നെ ഒരു ജോലി കിട്ടുന്നതിലും നമുക്ക് ആ ജോലിയോട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒത്തിരി വിഷമിച്ചതിന് ശേഷം ഒരു ജോലി കിട്ടുന്നതാണ്. അപ്പം ആ ഒരു ആത്മാർത്ഥത നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ജോലിയിൽ കാണിക്കും. ഞാൻ ഈ 8 വർഷക്കാലം ഈ സ്കൂളിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ജോലി ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എനിക്ക് ഇവിടെ ഒരു ജോലിക്കായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ബഹുമാനപ്പെട്ട ബിജി ടീച്ചറായിരുന്നു. ബിജി ടീച്ചറിനെ ഞാൻ ഈ അവസരത്തിൽ എനിക്ക് സ്നേഹത്തോടെ ഞാൻ നന്ദിയോടെയും ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഇവിടെ ഇൻ്റർവ്യൂ ചെയ്ത് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തത് റവറൻ ഫാദർ തോമസ് കപ്പ്യാങ്കൽസിനായിരുന്നു, അന്നത്തെ പ്രിൻസിപ്പൽ. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർമ്മിക്കുന്നു. ഇനിയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സന്തോഷമുള്ളതാണ്. ഒരു കൂട്ടം മാലാഖമാരുടെ ഇടയിലാണ് നമ്മൾ എന്ന് തോന്നിപ്പോവും. അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ കുഞ്ഞുങ്ങളുടെ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമായിട്ട് ഒത്തിരി വലുതാണ്. എനിക്ക് അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ജോലിയിലൊരു മടുപ്പോ വിരസതയോ ഈ ജോലി ഇട്ടിട്ട് പോയേക്കാമെന്ന് ഒന്നും എനിക്ക് ഇന്നുവരെയും തോന്നിയിട്ടില്ല. ഇനിയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള അവസരം ലഭിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അത് എൻ്റെ ഒരു സന്തോഷകരമായി ഞാൻ ചെയ്യുന്ന ജോലിയാണ്. അതിൻ്റെ പ്രതിഫലത്തേക്കാൾ ഉപരി നമ്മുടെ ആത്മസംതൃപ്തിയാണ് അവിടെ പ്രധാനമായിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഒത്തിരി ആവശ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അവർക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതി ഞാൻ അവരോടൊന്നും പെരുമാറിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. 100% എനിക്ക് ആത്മാർത്ഥത കാണിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എൻ്റെ കൂടെ ഞാൻ ഇത്രയും നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ കൂടെ നിന്ന KG ടീച്ചേഴ്സ്, ജാൻസി ടീച്ചർ, ജയ ടീച്ചർ, രജനി മിസ്, ടോണിയ മിസ്, ജെയിനി മിസ്, ഇവരൊക്കെ ഞങ്ങൾ ഒരു ടീമായിട്ടായിരുന്നു ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നതും അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നതും. അതുപോലെ തന്നെ ഞാനിവിടെ ജോലി ചെയ്ത വർഷങ്ങളിൽ പ്രിൻസിപ്പൽമാരായിരുന്ന ഫാദർ രാജേഷ് പുല്ലന്തനാൽ, ഫാദർ സുനിൽ ചെറുശ്ശേരിൽ, ഇവരുടെയും ഈ അവസരത്തിൽ ഞാൻ ഏറെ സ്നേഹത്തോടെയും നന്ദിയോടെയുമാണ് ഓർക്കുന്നത്. ഇനിയും ഈ സ്കൂൾ അതുപോലെ ഈ സ്കൂളിൻ്റെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റ് ഉള്ളത് പ്രിൻസിപ്പൽമാരുമായിട്ടാണ്. കാരണം അവരാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അതുപോലെ മാനേജർമാരുമായിട്ട് വലിയ ഞങ്ങൾക്കൊരിതില്ല എങ്കിലും ഈ സ്കൂളിൽ 2-3 മാനേജർമാർ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും വർഷം ജോലി ചെയ്തപ്പോൾ അവരെയും ഞാൻ ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹാദരവോടുകൂടി തന്നെ ഓർമ്മിക്കുന്നു. അതുപോലെ ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അതിലുപരി ഇവിടെ ഒരു നല്ലൊരു
ടീം വർക്ക്. ഇവിടെ പ്രിൻസിപ്പൽമാരും മാനേജർമാരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും KG സെക്ഷൻ എന്നില്ല, UP എന്നില്ല, LP എന്നില്ല, ഏത് സെക്ഷനിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഒന്നിച്ച് നിന്ന് അത് വിജയിപ്പിക്കാനും കുട്ടികളുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിനും ഒന്നിച്ച് നിൽക്കുവാനുള്ള ഒരു ടീം വർക്കാണ് ഈ സ്കൂളിൻ്റെ വിജയത്തിൻ്റെ നിദാനം. മറ്റൊരു സ്കൂളിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും അതിവിടെ പറയുന്ന കാര്യമാണ്. ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല, ഒറ്റപ്പെടുന്ന ഒരു ഫീല് തോന്നിയിട്ടില്ല എന്ന്. പിന്നെ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ എനിക്ക് ഇത്രയും നാളും തന്ന ആ വലിയ സ്നേഹത്തിനും എന്നോട് സഹകരിച്ചതിനും എല്ലാത്തിനും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ. ഇനിയും ഈ സ്കൂളിൻ്റെ ഒഫീഷ്യൽ വർക്കുകളെല്ലാം നടത്തുന്നു. ഒരു സ്കൂളായാലും ഒത്തിരി കാര്യങ്ങൾ നടത്തുന്നു. അവർ സമയാസമയങ്ങൾ കൃത്യതയോടെ നടത്തിയത് കൊണ്ടാണ് ആ ഓഫീസ് സ്റ്റാഫ് ആയ അന്തു, ലിൻഡ, തോമസ്, റിജോഷ് ഇവരെയൊക്കെ ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദിയോടെയും ഓർക്കുന്നു. പിന്നെ നമ്മുടെ നിങ്ങളെല്ലാവരും വരുമ്പം ഈ സ്കൂളും കോമ്പൗണ്ടും ഒക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്നത് കാണാം. അതിന് നിദാനമായിട്ട് നിൽക്കുന്ന ഒരു 4 ചേച്ചിമാരുണ്ട്. അവരുടെ നിരന്തരമായ അധ്വാനമാണ് നിങ്ങൾ ഏറ്റവും ക്ലിയറായിട്ട് ഇവിടെ കിടക്കുന്നത് കാണുന്നത്. അവരെ ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു. അതുപോലെ നമ്മുടെ ബസ് സ്റ്റാഫ്, ഡ്രൈവേഴ്സ്, ആയമാർ ഇവരൊക്കെ കൃത്യമായ സമയം പാലിച്ച് ഇവിടെ എത്തി കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമമാണ് നമ്മുടെ സ്കൂളിൻ്റെ വലിയ വിജയത്തിന് കാരണം. അവരെയും ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ നമ്മുടെ ഈ സ്കൂളിൽ ഇത്രയും നല്ല ടീച്ചേഴ്സും നല്ല ഒരു മാനേജ്മെൻറ്റും ഉള്ളപ്പോൾ നിങ്ങൾ മറ്റൊരിടം തേടി പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ സേഫാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾ വിദ്യാഭ്യാസം നേടി നല്ല നിലയിൽ എത്തുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും KGയിലേക്കും മറ്റ് ക്ലാസ്സുകളിലേക്കും ഒക്കെ തീർച്ചയായിട്ടും പുതിയ കുഞ്ഞുങ്ങളെ ചേർക്കുവാനും നിങ്ങൾ പരിശ്രമിക്കണം. ഞങ്ങൾ 1-2 ടീച്ചേഴ്സേ പോകുന്നുള്ളൂ, ബാക്കി എല്ലാവരും നല്ല മിടുക്കരായിട്ടുള്ള അധ്യാപകർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടും കൂടെ പരിശ്രമിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജരച്ചൻ ഫാദർ ബ്രിജേഷ് പുറ്റുമണ്ണിൽ, പ്രിൻസിപ്പൽ ഫാദർ ഡെനോ മരിങ്ങാട്ട്, ബിനു അച്ഛൻ, ഇവരെയെല്ലാം ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഞാൻ ഇങ്ങനെയൊന്നും പറയാനായിട്ടൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ ഒരു നിർബന്ധം കൊണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഒരു വിഷമമായിരുന്നു ആദ്യമേ കേട്ടപ്പം. സാധാരണ 3:30 സ്കൂൾ വിടുമ്പോൾ സ്കൂൾ ബസ്സിൽ കയറി പോകാനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.